ഇറങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മൾക്കറിയില്ല. നമ്മൾ അയൽവാസികളായിട്ട് നമ്മളിതിൽ കിട്ടില്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊരു ബൈക്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരുമിച്ചൊക്കെ പോകുന്ന ആൾക്കാരാണ്. വീട്ടിലെ അയാളെ പിന്നെ ഈ മരിച്ച ആള് പേര് സുഹൈലാണ്. അവന്റെ ജ്യേഷ്ഠന്, അവന്റെ ഒരു പെങ്ങള്, അവന്റെ ഉമ്മ, പിന്നെ വാപ്പുണ്ട്. വാപ്പ തമിഴ്നാട്ടിൽ എന്തോ ഒരു ജോലി സംബന്ധമായിട്ട് പോയിട്ടാണ്, നാഗർകോവില്. ഞാനൊരു 4:30 മണിക്ക് പ്രഭാതസ്കാരത്തിന് വേണ്ടി തൊട്ടടുത്ത് പള്ളിയുണ്ട്, അതിലേക്ക് വരുന്ന ഇവിടെ ആള് കൂടിയിട്ട് കാണുന്നുണ്ട്. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ക്രൈം നടന്ന സംഭവം അറിയുന്നത്. അപ്പോൾ ഇയാളെ പേര് ജുനൈദാണ്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരായിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ്, എന്താണ് വിഷയങ്ങളെന്ന് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ അത്രയേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കേട്ടതുപോലെയുള്ള കേൾവിയുള്ളൂ. കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. ഇയാള് ജുനൈദ് എന്ന് പറഞ്ഞാൽ ഇയാള് പ്ലംബിങ്ങിന്റെ പണിക്കുന്ന ആളാണ്. നാട്ടിലല്ല, തിരുവനന്തപുരം പല സ്ഥലങ്ങളിലേക്ക് പോകും. അനിയന് വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളാണ്. ഇത് അവർക്ക് അവരെ ഫാമിലിക്കുള്ള വീടല്ല, ആർക്കും സെപ്പറേറ്റ് ഒന്നുമല്ല. ഇത് ചെറിയ വീടല്ല. അപ്പൊ ഇത് സൗകര്യം പോരാഞ്ഞിട്ട് പുതിയതായിട്ട് വീട് നിർമ്മിക്കുകയാണ്. പാതി വഴിയിൽ നിന്നതാണ്. എന്തെങ്കിലും സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും പാതി വഴിയിൽ കിടക്കുകയാണ്. സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരായിട്ടുണ്ട്. ഇറങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മൾക്കറിയില്ല. നമ്മൾ അയൽവാസികളായിട്ട് നമ്മളിതിൽ കിട്ടില്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊരു ബൈക്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരുമിച്ചൊക്കെ പോകുന്ന ആൾക്കാരാണ്. വീട്ടിലെ അയാളെ പിന്നെ ഈ മരിച്ച ആള് പേര് സുഹൈലാണ്. അവന്റെ ജ്യേഷ്ഠന്, അവന്റെ ഒരു പെങ്ങള്, അവന്റെ ഉമ്മ, പിന്നെ വാപ്പുണ്ട്. വാപ്പ തമിഴ്നാട്ടിൽ എന്തോ ഒരു ജോലി സംബന്ധമായിട്ട് പോയിട്ടാണ്, നാഗർകോവില്.